നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തൻകുളം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് നമ്മുടെ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ നമ്മുടെ ക്ലയൻസിനൊക്കെ 10% സേവ് ചെയ്തിട്ട് അവരുടെ പ്ലോട്ടിലോ അല്ലെങ്കിൽ നമ്മളിലൂടെ കണ്ടെത്തുന്ന പ്ലോട്ടിലോ ക്ലയൻസിൻ്റെ ഡ്രീം ഹോം ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു പവിത്രമായ ഹോളിസ്റ്റിക് പ്രക്രിയയിലാണ് ഞങ്ങൾ ടീം മുഴുവൻ നിലകൊള്ളുന്നത്. അപ്പോൾ ഈ പരിപാടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപാട് കാലത്ത് നമ്മളൊക്കെ ഒരുപാട് ബിസിനസ്സിൻ്റെ അകത്ത് വർക്കേഴ്സ് കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കി വരുന്നത് സാധാരണ കൺവെൻഷണൽ മെത്തേഡിൽ വർക്കേഴ്സ് അവർക്ക് അവർ കൂലി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിഞ്ഞു, അതോടെ അവർ കൊണ്ട് എന്താണ് പറയുക നോക്കിക്കോളാം. അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ കൊലീഗ്സ് അവർക്ക് അവർ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, അവർ കാര്യം നോക്കിക്കോളാം. അതേമാതിരി ക്ലയൻറ്റ്സ് അവർക്ക് വീട് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, അവർ കാര്യം നോക്കും. അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അങ്ങനെയുള്ള സിറ്റുവേഷൻ മാറിയിട്ട് നമുക്കൊരു ലൈഫ് ടൈം അസോസിയേറ്റ്സ് ഒരു റിലേഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ഫോക്കസിലാണ് ഞങ്ങൾ സിറ്റി ബിൽഡേഴ്സ് ആയിട്ട് പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ക്ലയൻസിൻ്റെ ഭാഗത്ത്, വെൻഡേഴ്സിൻ്റെ ഭാഗത്ത്, അപ് ടു കോൺട്രാക്ടറിൻ്റെ ലെവൽ വരെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡെപ്തിലേക്ക് ചലഞ്ച് വരാനിടയായി. അതായത് എന്താ ചലഞ്ച് പറഞ്ഞാൽ, നമ്മളുടെ ആളുകൾ, നമുക്ക് വർക്കേഴ്സും നമ്മുടെ ഒപ്പമുള്ള കൊലീഗ്സ് അടക്കമുള്ള ആളുകൾക്ക് മാസം 10 ഒരു 25,000 രൂപ ഒരാൾക്ക് ആവറേജ് പേ സാലറിയോ, ദാറ്റ് മീൻസ് ഇൻസെൻറ്റീവ് അടക്കം പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് പേ വരുമ്പോൾ, നല്ല പ്രൊഡക്ടിവിറ്റി വരുമ്പോൾ അവർക്ക് കിട്ടാൻ സാധ്യത കിട്ടുന്നുണ്ട്. അതായത് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയും വർക്ക് ചെയ്യേണ്ട ഒരു ഫാമിലിക്ക് 50,000 രൂപയോളം മാസം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ 2024 ജൂലൈയിൽ കഥയെ പറയണത്. ഓരോ കൊല്ലം കഴിയുമ്പോൾ അതിനനുസരിച്ച് മാറി വരും. പക്ഷെ എന്നിട്ടും ഭൂരിഭാഗം കുടുംബങ്ങളുടെ, അത് വർക്കേഴ്സ് ആയാലും ശരി, എൻ്റെ കൊലീഗ്സ് ആയാലും ശരി, ഭൂരിഭാഗം കുടുംബങ്ങളുടെ അവസ്ഥ കുറച്ച് ദാരിദ്ര്യം ആണെന്ന് മാത്രമല്ല, അവർക്ക് ഒരുപാട് കുടുംബങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡവും ഫിനാൻഷ്യൽ അബണ്ടൻസും ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യം ഇതിലെന്നും ഡെഡ് ട്രാപ്പിലാണ്. ഇതിൻ്റെ ഡെപ്തിലേക്ക് എന്താണെന്ന് സ്റ്റഡി ചെയ്ത് പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ടീമിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇവർക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഞങ്ങളൊരു തീരുമാനം എടുത്തു, നമുക്കത് കുറച്ചും കൂടി പഠിച്ചിട്ട്, ബിക്കോസ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഒരു വൃക്ഷം പോലെ. തൽക്കാലം ശമ്പളം കൊടുത്തു, വർക്കേഴ്സ് അവർ പണിക്ക് പോയിക്കോട്ടെ എന്ന്, അല്ലെങ്കിൽ വെൻഡേഴ്സിന് പൈസ കൊടുത്ത് അവർ പണിക്ക് പോയിക്കോട്ടെ എന്ന്, കോൺട്രാക്ടർക്ക് പൈസ കൊടുത്ത് അങ്ങനെയല്ല. എൻ്റെ കൊലീഗ്സിന് ശമ്പളം കൊടുത്ത് അവർ പണിക്ക് പോയിക്കോട്ടെ, വീട് അങ്ങനെയല്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എക്കോസിസ്റ്റമാണ്. അതായത് ഒരു മരം വയ്ക്കുമ്പോൾ ആ മരത്തിൻ്റെ ഒപ്പം ആ ഏരിയ മുഴുവൻ പച്ച പിടിച്ച് മാറുകയും, അവിടെ ഓക്സിജൻ മുതൽ അവിടെയുള്ള അണ്ണകൾക്ക് പോലും ജീവിക്കാൻ പറ്റുകയും, കിളികൾക്ക് പോലും ജീവിക്കാൻ പറ്റുകയും, അവിടെ ആ മരത്തിൽ ഒരു മൂച്ചയാണെങ്കിൽ അതൊന്ന് വാങ്ങിയിട്ടുണ്ടായി അവിടെ എല്ലാവർക്കും ആഹാരം കഴിക്കാൻ പറ്റുകയും, ഒന്നും കാശ് കൊടുത്ത് മാങ്ങമായി തിന്നുന്നവർക്ക് ഈ അറ്റ്മോസ്ഫിയർ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വെച്ചുണ്ടാക്കുന്ന ഒരു എക്കോസിസ്റ്റമാണ് അവിടെ ഉണ്ടാവുന്നത്. അതുപോലുള്ള ഒരു മരം പോലെ കുറേ മരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഫോറസ്റ്റ് ആവും, കുറേ മരങ്ങളാകുമ്പോൾ പച്ച പിടിച്ചുള്ള പ്ലാനറ്റ് ആവണ പോലെ നമ്മളിതിൻ്റെ അകത്ത് വലിയൊരു എക്കോസിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പ്രോസ്പെരിറ്റി ഉള്ള എക്കോസിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഡെപ്തിലേക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന വർക്കേഴ്സിൻ്റെ ഒക്കെ വീട്ടിൽ ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് എങ്ങനെ പ്രോസ്പെരിറ്റി ഉണ്ടാവാമെന്ന് ചിന്തിച്ച് അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിപ്പോൾ നമുക്കറിയുന്ന രീതിയിലുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പത്ത് വരുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ 25,000 രൂപ ശമ്പളം കിട്ടാൻ 2 കൊല്ലം കൊണ്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഒരുപാട് ആളുകൾ പഠിക്കുന്നുണ്ട്, നന്നായി പഠിച്ച IASനും അല്ലെങ്കിൽ IPSനും എഞ്ചിനീയറിങ്ങിനൊക്കെ പോകും. ഒരുപാട് ആളുകൾക്ക് അത്ര ഐക്യു അല്ല, അവർ ഐക്യു ഉണ്ടാവും. ചില ആളുകൾക്ക് സ്കില്ലുണ്ടാവും കെട്ടിടം കെട്ടാൻ. ഇത് വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള പണിയാണ്. ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വർക്കിൻ്റെ ഡിഗ്നിറ്റിയും ഇതിൻ്റെ ഇൻറ്റഗ്രിറ്റി എന്താണെന്നുള്ളത് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല. ബാക്കിയുള്ള ആൾക്കാരുടെ ഇൻറ്റഗ്രിറ്റിയും ഡിഗ്നിറ്റി ഇല്ലാത്ത വർക്കാണെന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്യും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് ആദ്യം നമ്മൾ മാറ്റി വയ്ക്കണം. നമ്മുടെ വർക്കും ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ നോക്കി അറിയാം, വളരെ ഡിഗ്നിറ്റിയും വളരെ ഇൻറ്റഗ്രിറ്റിയും ഉള്ള വർക്കാണ്. മേസനാണെങ്കിലും ബാർബൻഡർ ആണെങ്കിലും സെൻട്രിങ് അടിക്കുകയാണെങ്കിലും ഒക്കെ. നമ്മൾ കുറേ ഡിഗ്നിഫൈഡ് ആയിട്ട് അതിനനുസരിച്ചുള്ള ഡ്രസ്സും നീറ്റായിട്ടും നമ്മുടെ കുടുംബങ്ങളൊക്കെ നല്ല രീതിയിൽ പശ്ചാത്തലത്തിൽ കൊണ്ടുപോകും, ട്രാപ്പിലൊന്നും പെടാതെ. അതെങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 18 വയസ്സാകുമ്പോഴേക്കും ഒരാൾ വർക്കിന് ഇറങ്ങാൻ കഴിയും. ബിക്കോസ് നമുക്ക് അങ്ങനെ കൂടുതൽ പഠിക്കുന്ന ഇഷ്ടമുള്ളവർ പഠിച്ചോട്ടെ, അതല്ലാണ്ട് കൂടുതൽ പഠിക്കണമെന്നൊന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിക്ക് തന്നെ മതി. 18 വയസ്സാകുമ്പോഴേക്കും നമുക്ക് വർക്കിന് ഇറങ്ങാം. തീർച്ചയായിട്ടും നമ്മുടെ വർക്കിൽ ഏത് മൂമെൻറ്റിലാണെങ്കിലും 20 വയസ്സാകുമ്പോഴേക്കും നമുക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റും. ദാറ്റ് മീൻസ് ഡെയിലി ഈ പറഞ്ഞ പോലെ 1,000-1,500 റുപ്യൻ്റെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് പേ, അല്ലാണ്ട് വെറുതെ വാച്ചിലിരിക്കാൻ പൈസയൊന്നും നമുക്കാരും തരണ്ട. പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് പേയിലേക്ക് വന്ന ഒരു 1,000-1,500 റുപ്യ ദിവസം ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു കാരണവശാലും 25,000 രൂപയിൽ നിന്ന് കുറയാതെ മാസം എന്ന് വയ്ക്കുക സുമാർ.
അത് ഭാര്യയും ഭർത്താവും രണ്ടാളും ഉണ്ടാക്കുമ്പോൾ ആദ്യം ഇനീഷ്യലി ഒറ്റയ്ക്കാണ് ഉണ്ടാക്കി കല്യാണം കഴിഞ്ഞ് ഒരു 25 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 3, 4, 5 ലക്ഷം റുപ്യൻ്റെ മുകളിൽ കോർപ്പസ് ഉണ്ടാവും. അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാറ്ററിലേക്ക് ആദ്യം നമ്മൾ കടക്കണം. അതായത് ലൈഫ് ഇൻഷുറൻസ് അല്ല, കാശ് പോകുന്നത്. അതാണ് ആ ഭാഗം പഠിക്കാനുണ്ട്, ഫിനാൻഷ്യൽ ലിറ്ററസി വരാൻ. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് നമ്മളില്ലെങ്കിലും പോകാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു കോർപ്പസ് പൈസ കിട്ടുന്ന രീതിയിലുള്ള ടേം ഇൻഷുറൻസിലേക്ക് ആദ്യം കടക്കാൻ വന്നു. 2, നമ്മളൊക്കെ മനുഷ്യരാണ്, പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ എന്താ പറയുക ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് വേണം, ഹെൽത്ത് ഇൻഷുറൻസ്, ഹോസ്പിറ്റൽ രണ്ടാമത്. അതും ഒരു ചെറിയ ഏജിലൊക്കെ 15 വയസ്സിലൊക്കെ എടുക്കുമ്പോൾ ചെറിയ പൈസ കൊടുത്താൽ കിട്ടുകയും ചെയ്യും ഇൻഷുറൻസ്. അല്ലെങ്കിൽ 18 വയസ്സിലോ 20 വയസ്സിലൊക്കെ എടുക്കുമ്പോൾ റൈറ്റ്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയൊരു തുകയായി കോർപ്പസ് മുന്നോട്ട് പോകാൻ, നമ്മുടെ ഹെൽത്തും മുന്നോട്ട് പോകാനുള്ള സംവിധാനമായി. റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ 50,000 രൂപ 25,000 രൂപ ആയ നമ്മുടെ കുടുംബത്തിന് വരും. ഈ 25 വയസ്സാകുമ്പോൾ നമ്മൾ കല്യാണം കഴിയുമ്പോഴേക്കും 50,000 രൂപ നമ്മുടെ കുടുംബത്തിന് വരും. പിന്നെ എന്താ വരിക, കുട്ടികളൊക്കെ ഒരു ലെവലാവണ വരെ ചിലപ്പോൾ 1 or 2 കൊല്ലം ചിലപ്പോൾ ഭാര്യയ്ക്ക് ആയിരിക്കും ഒരാൾക്ക് വർക്കിന് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ പ്രായമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലത്താണെങ്കിൽ അതും 6 മാസം കഴിഞ്ഞ് വർക്കിന് പോവുകയും ചെയ്യാം. അത് എന്ത് വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ 50,000 രൂപ ഫോർ എക്സാമ്പിൾ വരുമാനം വരുന്ന കുടുംബത്തിന്, ഞാൻ എക്സാമ്പിളാണ് സൂചിപ്പിക്കുന്നത്. ഒരു വീട് തീർച്ചയായിട്ടും നമുക്കൊക്കെ ആവശ്യമാണ്. ചിലപ്പോൾ പഴയ വീട് നമുക്ക് വീട്ടിലെ അച്ഛനും അമ്മയായിരുന്നു വീടുണ്ടാവും, ഇല്ലെങ്കിൽ സ്ഥലമെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ അതൊന്നും ഉണ്ടായില്ല തന്നെ വയ്ക്കുക. ഒന്നുമില്ലെങ്കിൽ നമുക്കറിയാം ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് ഒരു കുടുംബത്തിന് ഒരു 10, 30, 35 ലക്ഷം റുപ്യ കൊടുത്ത് ഒരു ചെറിയ വീട് കെട്ടാൻ ഈസി ആയിട്ട് പറ്റും കൺസ്ട്രക്ഷൻ, പ്രത്യേകിച്ച് പണി അറിയുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഒരു 30 ലക്ഷം റുപ്യൻ്റെ വീട് എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ 35 ലക്ഷം റുപ്യ വീട്. ഒരു 5 ലക്ഷം റുപ്യ 6 ലക്ഷം റുപ്യ രണ്ടാളുടെ ഭാര്യ ഭർത്താവിൻ്റെ കോർപ്പസ് ആ സമയത്ത് ഉണ്ടാവും. ഒരു 5 10 ലക്ഷം റുപ്യ നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് ബാക്കിയുള്ളൊരു 10, 25 ലക്ഷം റുപ്യ ലോൺ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം റുപ്യ കയ്യിൽ നിന്ന് എടുത്ത് ബാക്കി 20 ലക്ഷം റുപ്യ 25 ലക്ഷം റുപ്യ ലോൺ എടുത്ത് ബിക്കോസ് ബാക്കി കോർപ്പസ് ഉള്ള പൊട്ടിക്കേണ്ടതെന്ന് അർത്ഥം. എന്നിട്ട് നമുക്ക് വീട് കെട്ടി അതിൻ്റെ EMI കൃത്യമായിട്ട് അടച്ചു പോകാൻ കഴിയും. അപ്പോൾ അതിൻ്റെ EMI അടച്ചു പോകുമ്പോൾ എത്ര ഉണ്ടാവും? 2, 10, 40, 45 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ EMI ക്ലോസ് ആകും. 25 വയസ്സിലെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ 30 വർഷം ഉണ്ടെങ്കിൽ നമ്മൾ 20 വർഷം കൊണ്ട് ക്ലോസ് ചെയ്ത് മാറാനാണ് സാധ്യത. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, അപ്പോൾ 50,000 റുപ്യയിൽ ഒരു 20,000 റുപ്യ EMI അടയ്ക്കേണ്ടി വരും വീട്ടിൽ, ഫോർ എക്സാമ്പിൾ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു 40% നമ്മുടെ വരുമാനത്തിൻ്റെ നമുക്ക് വീടിൻ്റെ EMI അടയ്ക്കാൻ ചിലവാക്കാം. റീസൺ എന്താ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ അത്രയും ഡ്രീമാണ്. ബിക്കോസ് മനുഷ്യർ ഒരു വീടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള വസ്തുത അറിയണം. ചില ആൾക്കാർക്ക് അത് 10% മതിയാവും, ചില ആൾക്കാർക്ക് 20% മതിയാവും, ഡിപ്പെൻഡിങ് അപ്പോൾ വീട്ടുകാരുടെ അവിടുത്തെ നമ്മുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അനുസരിച്ച്. ഞാനിത് ഒന്നുമില്ലാത്ത ഒരാൾക്കാണ് 40% പറഞ്ഞത്. റൈറ്റ്. ബാക്കി അതിൽ ഒരു 10 or 15% ഒരു 20% വരെ ഡിപ്പെൻഡിങ് അപ്പോൾ ഓരോ ആളുകളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾക്ക് SIP, അതായത് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ റൈറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക? മ്യൂച്വൽ ഫണ്ട്സിലായിരിക്കും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികളായിട്ടുള്ള HDFCയോ ICICIയോ അല്ലെങ്കിൽ പോലുള്ള SBIയോ കാനറ ബാങ്ക് ആരോ ഹൂവർ ഇറ്റ് മേ ബി, അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക ഏതർ ഗോൾഡിൽ, അല്ലെങ്കിൽ മറ്റേ അങ്ങനത്തെ ഗവൺമെൻറ് ബോണ്ടുകളിൽ, അല്ലെങ്കിൽ ഷെയറിൽ, എന്തിനു വേണമെങ്കിൽ അവർ ഫ്ലെക്സി ക്യാപ് ചില പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ആ കാലത്തിൻ്റെ സമയത്തിൻ്റെ പോക്കിനനുസരിച്ച് കൊണ്ട് ഓരോ ഫണ്ടുകളിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുക. ഫണ്ടുകളിലോ അല്ലെങ്കിൽ ഷെയർസിലോ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും ആവറേജ് പാസ്റ്റ് കുറേ കൊല്ലത്തെ നമ്മൾക്ക് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ മിനിമം 12% ആവറേജ് റിട്ടേൺസ് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. 12 മുതൽ 20% വരെയൊക്കെ ഉണ്ട്. ലോവർ എടുക്കുക 12%. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 20,000 റുപ്യ EMI അടയ്ക്കാം, ഒരു 5,000 രൂപ ഇതിലേക്ക് ഇടുക എന്ന് വയ്ക്കാം 25 വയസ്സിൽ. റൈറ്റ്. 25 വയസ്സിൽ 5,000 ഇട്ടാൽ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന പൈസ എന്ന് പറയുന്നത് 56,000 രൂപയായിരിക്കും. 5,000 രൂപ അടയ്ക്കുമ്പോൾ 5,000 × 12 എന്ന് പറയുമ്പോൾ 5,000 × 12 പറഞ്ഞാൽ 60,000 രൂപയായിരിക്കും. ആ 12% ഇൻട്രസ്റ്റ് മൾട്ടിപ്ലൈ ആയിട്ട് കോമ്പൗണ്ടിങ് മെത്തേഡിലായിരിക്കും ഇൻട്രസ്റ്റ് വരിക. അങ്ങനെ ആദ്യത്തെ വർഷം തന്നെ നമുക്ക് 67,200 രൂപ സുമാർ കോർപ്പസ് വരാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ ഒരു ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു വാറോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മറ്റേ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് 10 or 50 വർഷത്തെ എക്സ്പീരിയൻസ് മറ്റേ US പോലുള്ള അല്ലെങ്കിൽ യൂറോപ്പ് പോലുള്ള കൺട്രികളിലുണ്ട്. അതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ 10 or 30 കൊല്ലത്ത് 25 or 30 കൊല്ലത്തെ ട്രാക്ക് റെക്കോർഡുണ്ട്. ഇതിലെല്ലാ കൊല്ലത്തിലും അവർ 12% മുകളിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. റൈറ്റ്. ക്ലിയർ ആയി. എന്തെങ്കിലും ചില സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കാം. ബിക്കോസ് ഇത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാർക്കറ്റ് കണ്ടീഷൻ. ഞാനിത് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് ഒന്നിൻ്റെ റെക്കമെൻഡേഷനോ ഇങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെ ചെയ്താൽ ഇത് അഷ്വറൻസ് ഇങ്ങനെയൊന്നല്ല. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അറിവ്, കോമൺ സെൻസ്, നമ്മുടെ മക്കളെ കടക്കാൻ നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്.
മനസ്സിലാക്കി ഞാൻ ഈ പറയുന്ന റിയാലിറ്റി ആണെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ കൊലീഗ്സ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും ഒരു പ്രീ പ്രൊജക്ട് മൈൻഡ് സെറ്റിൽ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു എന്തൊന്ന് പഠിച്ചിട്ട് നല്ലതാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണം. റീസൺ ആദ്യത്തെ കൊല്ലം നിങ്ങൾക്ക് 67,000 റുപ്യ 200 റുപ്യോളം സുമാർ 12% വരുമ്പോൾ നമ്മുടെ എന്താണ് പറയുക ഇതിൽ കോർപ്പസിൽ വരാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് 25 വയസ്സിൽ നമ്മൾ തുടങ്ങിയാൽ നമ്മൾ ആ ഒരു 60 വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ 59ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ 60 വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോഴേക്കും 4,53,92,260 രൂപ കോർപ്പസ് വരാൻ സാധ്യതയുണ്ട്. ഓൺ ദ വേസ്റ്റ് കം വേസ്റ്റ് 2 കോടി റുപ്യ നിങ്ങൾക്ക് കിട്ടുന്ന മനസ്സിൽ വെച്ചോളൂ. ഇതാണ് സാധ്യതയാണ്. ഇതിൻ്റെ കിട്ടാതായ വല്ല യുദ്ധമല്ലൊക്കെ വന്ന് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ ആർക്കും ഗ്യാരണ്ടി അല്ലത്. പക്ഷേ ഇത് സാധ്യതയാണ്. ഇത് നിങ്ങൾ ഞാനീ പറയുന്ന ഒരു എക്സൽ ഷീറ്റ് എൻ്റെ കൊലീഗ് സന്തോഷം എടുത്ത് ഇവിടെ ഉണ്ടാവും, ഓഫീസിലുണ്ടാവും. ഞങ്ങളിതെല്ലാം അവിടെ പരസ്യപ്പെടുത്തുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇത് പഠിച്ചിട്ട് ഇതിൽ വല്ല തെറ്റുണ്ടോ, ഞാൻ ഈ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വല്ല തെറ്റുണ്ടോ? ബിക്കോസ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും പറയുമ്പോൾ നമ്മുടെ ആളുകൾ പറയുന്നത് ഗുണ്ടടിക്കുകയാണെന്നാണ് കുറേ ആൾക്കാർ പറയുക. ബിക്കോസ് ഈ പാവങ്ങൾക്ക് സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ല. അവർ കൺവെൻഷണൽ മെത്തേഡിലാണ് ഒന്നിലെ സ്വർണം വാങ്ങിക്കുക, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കുക, അല്ലെങ്കിൽ വല്ല ചീട്ടോ ഫണ്ടോ ചേരുക. എന്നിട്ട് ഓരോ ആളുകളും ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതാരും കുറ്റപ്പെടുത്തല്ല. നാട്ടിലുള്ള മറ്റേ വേലകളിൽ പൂരങ്ങളിൽ എന്താ പറയുക നമ്മുടെ പള്ളി മറ്റേ പെരുന്നാളുകൾ കമ്മിറ്റികളിൽ അല്ലെങ്കിൽ നമ്മുടെ പള്ളി നേർച്ച കമ്മിറ്റി ഒക്കെ എല്ലാറ്റിലും ഞാൻ ഒന്നിലല്ല ക്ലബ്ബുകളിൽ ഇങ്ങനെ കൂടി നടത്തുന്ന ചിട്ടിലും ഫണ്ടിലും ഒക്കെ കൂടിയിട്ട് തന്നെ ഈ 5,000 രൂപ മുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യൽ എക്സ്പെൻസ് ആകുന്നുണ്ട്. അതൊന്നും എവിടേക്കാണ് പോകണമെന്ന് അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകണം. അത് ഇതേപോലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നമ്മുടെ കുടുംബത്തിന് വലിയ അത് മാത്രം മതി. അതായത് വെറും 5,000 രൂപ കിട്ടുന്ന ഓരോ ദിവസവും 25 വയസ്സിൽ മുതൽ കുടുംബത്തിൽ നിന്ന് എടുത്ത് കെട്ടി വരികയാണെങ്കിൽ 60ാമത്തെ വയസ്സ് വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് 5 കോടി 4.5 കോടി റുപ്യോളം മിനിമം 12% ഉണ്ടെങ്കിൽ, അത് 15 ഉണ്ടെങ്കിൽ ഇത്രയല്ല അതിനെക്കാട്ടി വിളിക്കൂ കോർപ്പസ് ഉണ്ടാവും. ആ കോർപ്പസിന് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വരും, ഒരു 2 ലക്ഷം റുപ്യ പോലെ 4 ലക്ഷം റുപ്യ വരെ മാസം ഇതേപോലെ വീണ്ടും SIP അല്ല അതിൻ്റെ പ്രോഫിറ്റ്സോ ഡിവിഡൻ്റൊക്കെ ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇല്ലേ, റിട്ടേൺസ് വരില്ലേ? അതിന് റിട്ടയർമെൻറ്റ് പ്ലാൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ 2 കോടി റുപ്യോളം ബാങ്കിൽ അല്ലെങ്കിൽ 4 കോടി റുപ്യോളം ബാങ്കിലുള്ള ഒരു അച്ഛനും അമ്മയും പ്രായമാകുമ്പോഴും അവർക്ക് വാല്യൂ ഉണ്ടാവില്ലേ? ഇന്ന് പലർക്കും ഡെക് ട്രാപ്പിൽ പെട്ട് പലിശ കെട്ടി ഒന്നുമില്ലാണ്ടായി വർക്ക് ചെയ്ത് 10, 50, 55 വയസ്സാണെങ്കിൽ വല്ല സൂക്കട്ടിലും പെട്ട് പിന്നെ മക്കളുടെ അടുത്ത് കൈയും കാലും നീട്ടി നിന്ന് അവർ ആശുപത്രി കൊണ്ട് അല്ലെങ്കിൽ വല്ല ധർമാശുപത്രിയിലോ അല്ല, അതിൻ്റെ അർത്ഥം പബ്ലിക് സിസ്റ്റം മോശമാണെന്നല്ല, അവിടെ പോയി നോക്കാൻ ആളില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്കൊരു വ്യത്യാസം വേണ്ട എല്ലാവർക്കും. അത് എൻ്റെ കൊലീഗ്സിനും എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാ വർക്കേഴ്സിനും എല്ലാവർക്കും വേണ്ടേ. അത് എല്ലാവരും നമ്മൾ നന്നാവുമ്പോഴല്ലേ നമ്മൾ നന്നാവുള്ളൂ. അപ്പോഴല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ മരം പോലുള്ളൊരു എക്കോസിസ്റ്റം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഫ്രാഞ്ചൈസികൾ എല്ലാവരുടെയും വരുമ്പോഴല്ലേ ഒരുപാട് മരങ്ങൾ വരുമ്പോൾ ഫോറസ്റ്റ് പോലുള്ള എക്കോസിസ്റ്റം ഉണ്ടാവുള്ളൂ. അപ്പോഴല്ലേ നമ്മൾ വീട് കെട്ടി കൊടുക്കുന്ന ആളുകൾ സന്തോഷത്തിലിരിക്കുള്ളൂ. അവരും നമ്മളും ഒക്കെ സന്തോഷത്തിലിരിക്കുമ്പോഴല്ലേ ഇവിടെ നമുക്ക് പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷവും ഒരു എക്കോസിസ്റ്റവും ഒരു രാജ്യവും ഒരു ലോകവും ഒക്കെ ഉണ്ടാവുക. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഇത് വളരെ വൃത്തിയായിട്ട് തിങ്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 25 വയസ്സിൽ നമ്മൾ ഭാര്യയും ഭർത്താവും രണ്ടാളും വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 60 വയസ്സാകുമ്പോൾ ഈ രീതിയിൽ ഒരു വീട് ഫ്രീ ആയി മിനിമം ഈ 3-4 കോടി റുപ്യ എന്ത് വരും, ഇതും വരും. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട പണി ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു ടേം ഇൻഷുറൻസ്, 2 ഹെൽത്ത് ഇൻഷുറൻസ്, 3 ഒരു കാരണവശാലും 10, 18, 20 വയസ്സിൽ പണി കിട്ടി അന്ന് നല്ല പൈസ വരാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വീട്ടിലെന്തായി, അയ്യോ എനിക്ക് വണ്ടി വാങ്ങിക്കുക, ബുള്ളറ്റ് വാങ്ങിക്കുക. ഇതിൻ്റെ ബുള്ളറ്റിൻ്റെ പരസ്യത്തിന് വിപരീതമല്ല ഞാൻ പറഞ്ഞു, KTM വാങ്ങിക്കുക അല്ലെങ്കിൽ വേഗം കാറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഡെഡ് ട്രാപ്പിൽ പെടരുത്. പൈസ കടം വാങ്ങി ചെയ്യേണ്ടത് ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യം ഒരു പഴയ വണ്ടി 10-12 റുപ്യക്ക് നമുക്ക് ഇവിടെ കിട്ടുന്ന അറിയും, അല്ലെങ്കിൽ 15 റുപ്യ. ആ വണ്ടിയൊക്കെ വേണ്ടി വരും, വണ്ടിയിലാണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ അത് പഴയ വണ്ടികൾ വാങ്ങി അതിനെ കറക്റ്റ് ചെയ്ത് അതിന് ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിയതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടവൊക്കെ കഴിഞ്ഞതിന് ശേഷം 10-45 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടി വേണേൽ വാങ്ങിച്ചൂടെ. ഈ 4-4 കോടി റുപ്യ അതിനെക്കാട്ടി മുകളിലുള്ളൊരു കോർപ്പസ് വന്നു കഴിഞ്ഞാൽ നാളെ ബെൻസ് വാങ്ങിച്ചൂടെ. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാതെ ആദ്യം തന്നെ കടം വാങ്ങി ഡെഡ് ട്രാപ്പിലാവണത് നമ്മുടെ ലൈഫിലെ എല്ലാ സൗഭാഗ്യങ്ങളിലെയും തടസ്സം വരുത്താനുള്ള ഡെഡ് ട്രാപ്പാണെന്ന് നമുക്ക് പലർക്കും മനസ്സിലാവുന്നില്ല. ബിക്കോസ് നമ്മൾ ശ്രദ്ധകാകളി വൃത്തവും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കാൻ ഭയങ്കര ആൾക്കാരാണ്. പക്ഷെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണെന്ന് ബേസിക്സ് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ അപകടങ്ങൾ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിപ്പിക്കാനും പറഞ്ഞു തരാനുള്ള ഒരു ഫ്രീ സംവിധാനം ഞങ്ങളുടെ CT ബിൽഡേഴ്സ് ആപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവും. ബിക്കോസ് അത് പഠിപ്പിച്ചു കൊടുത്താലേ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള ആളുകളെല്ലാവരും രക്ഷപ്പെടുള്ളൂ നമുക്ക് ബോധ്യമുള്ളതുകൊണ്ട്. ഇത് പഠിപ്പിക്കാതെ കേട്ടും കൊണ്ട് നിങ്ങളാരും ചെയ്യുകയും ചെയ്തത് ദയവ് ചെയ്തിട്ട്. ബിക്കോസ് അതിൻ്റെ ഭാവഭാരം ഏൽക്കാൻ ഞങ്ങൾക്ക് വയ്യ.
കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ യുക്തിയിലിട്ട് നിങ്ങളുടെ ബുദ്ധിയിലിട്ട് അതിനെ യുക്തിയാക്കി വിശദമാക്കി അതിൽ പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ, ദാറ്റ്സ് ഓൾ. അപ്പോൾ കടം വാങ്ങാൻ പാടില്ല, പഴയ വണ്ടികളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വാങ്ങിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, രക്ഷപ്പെട്ട് കറക്റ്റായിട്ട് മുന്നോട്ട് പോകണം, മുന്നോട്ട് കറക്റ്റായിട്ട് ലേശം, ദാറ്റ് മീൻസ് ആദ്യ കാലഘട്ടങ്ങളിൽ പിശുക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായാൽ മതി. റൈറ്റ് ലോജിക് മനസ്സിലായോ? ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾ അനുഭവിച്ചോളൂ, അല്ലാണ്ട് പിശുക്കൊന്നും വേണ്ട. വീട് കെട്ടാം, വണ്ടി ചെറുത് വണ്ടി നമുക്ക് വാങ്ങിക്കാം, കാറും പഴയതൊരു കാറ് വാങ്ങിച്ച് അത്യാവശ്യത്തിന് ഉപയോഗിക്കാം. ഒരു 10, 35, 40 വയസ്സാകുമ്പോഴേക്കും എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും. ഇങ്ങനെ നിങ്ങളുടെ ഈ തലമുറ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അടുത്ത തലമുറ മക്കൾ വരുമ്പോൾ അവർക്ക് വീട്ടിൽ കാറുണ്ടാവില്ലേ, എല്ലാ സംവിധാനവും ഉണ്ടാവില്ല, അവർക്കും മേസൺ വർക്ക് എന്ത് വർക്കിന് വേണ്ടി പോയിക്കൂടെ, താല്പര്യം അതിനാണെങ്കിൽ. ബിക്കോസ് ഒരിക്കലും ഒരു മേസൺ പണി താല്പര്യമുള്ള, ഒരു കാർപ്പൻറ്റർ പണി താല്പര്യമുള്ള, അല്ലെങ്കിൽ ഒരു സെൻറ്റർ പണി താല്പര്യമുള്ള ആളിന്, കോൺക്രീറ്റ് പണി താല്പര്യമുള്ള ഫിസിക്കലി 8 മണിക്കൂർ പണിയെടുക്കുന്നുണ്ടു. അതിനുശേഷം ഒരു സ്ട്രെസ്സും ഇല്ല, മിണ്ടാണ്ട് വീട്ടിൽ വന്ന് സുഖമായിട്ട് സിനിമയെ കണ്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന പണിയാണ്. ആ പണി താല്പര്യമുള്ള ഒരാൾ ഒരിക്കലും ഒരു IT എഞ്ചിനീയർ, ബിക്കോസ് അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെയൊക്കെ നിങ്ങൾ ആലോചിക്കും, സ്ട്രെസ് എത്രയാണ്, 24 hours സ്ട്രെസ്സുള്ള വർക്കാണ്. ഇതല്ല, അത് അങ്ങനെയൊന്നുമില്ല. നല്ല വരുമാനമുണ്ട്, നല്ല ഫിനാൻഷ്യൽ ഫ്രീഡവും കിട്ടിക്കഴിഞ്ഞാൽ എത്ര ആളുകൾ ഇതിനകത്തേക്ക് വരും, എത്ര ഹാപ്പി ലൈഫുകൾ, എത്ര ഹാപ്പി ഫാമിലികൾ ഉണ്ടാവും. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നമ്മളുടെ ഓരോ വർക്കേഴ്സിനെയും, വർക്കർ ഫാമിലികളിനെയും, നമ്മുടെ ഈ വർക്കേഴ്സ് ഫാമിലി ഇതിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ മേസ്ത്രി ഫാമിലി ഇതിനെക്കാട്ടി വരുമാനം ഉണ്ടാവും. അവർ ഇതിനെക്കാട്ടി മുകളിലേക്ക് എത്തില്ലേ, എത്തണ്ടേ? കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള കോൺട്രാക്ടേഴ്സ്, അവരുടെ ഫാമിലി ഇതിനെക്കാട്ടി നന്നാവില്ലേ, ഇതിനെക്കാട്ടിലും മുകളിൽ കോർപ്പസ് അവർക്ക് കിട്ടാവില്ലേ, ഇതിനെക്കാട്ടിലും നല്ല വീട് അവർക്ക് ഉണ്ടാവില്ലേ, നന്നാവില്ലേ? നമ്മുടെ ഒപ്പം നിൽക്കുന്ന കൊലീഗ്സോ അവരൊക്കെ നന്നാവില്ലേ, നമ്മുടെ ഫ്രാഞ്ചൈസി ഇതിനെക്കാട്ടി നന്നാവില്ലേ? എല്ലാവരും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്കും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്കും വരാനുള്ള ഒരു ടെംപ്ലേറ്റ്, ഒരു കീയാണ് ഞങ്ങളുടെ ഈ ഒരു A4 ഷീറ്റിൽ ഞങ്ങൾ കൊടുക്കുന്നത്. അത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക, എന്ത് സംശയം ഉണ്ടെങ്കിലും പരിശോധിക്കുക, ഫിനാൻഷ്യൽ എക്സ്പേർട്സിൻ്റെ അടുത്ത് പോവുക, ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മന്ത്ര വളരെ സിമ്പിളാണ്. നമ്മൾ 10-15 വയസ്സിൽ പണി തുടങ്ങി 10-25 വയസ്സാകുമ്പോഴേക്കും ഒരു 5-10 ലക്ഷം രൂപ നമ്മൾ കോർപ്പസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ 5 ലക്ഷം രൂപയും എന്നിട്ട് വീട് വയ്ക്കണം. തീർച്ചയായിട്ടും വീട് വേണം, ഉണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ പുതിയതത് വാങ്ങിച്ച് കെട്ടി ഒരു 14-15 വയസ്സാകുമ്പോഴേക്കും നമുക്ക് വീടിൻ്റെ അടവുകളൊക്കെ കഴിയും. നേരെ വെറും 5000 രൂപ SIP-യിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് മ്യൂച്വൽ ഫണ്ട്സിലേക്ക്. അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 10-60 വയസ്സാകുമ്പോഴേക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ മിനിമം ഒരു എറൗണ്ട് പഴയ ഇതെടുത്ത് നോക്കിയാൽ 12% ഉണ്ടെങ്കിൽ തന്നെ 4 കോടി ഉറുപ്പിക വേണം. ഇനി 45 വയസ്സ് കഴിഞ്ഞാൽ വീടിന് EMI അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പൈസ ഉണ്ടാവുമോ? അതും സ്വാഭാവികമായിട്ട് അതുവരെയുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് ഗുഡാണ് തോന്നുന്നത്, നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഇടും, SIP-ൻ്റെ അകത്തേക്ക് ഇടും. അപ്പോൾ പൈസ എത്രയായി? അടുത്ത പറയുവാൻ മോർ ദാൻ 10 crores, റൈറ്റ്? അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത്രയും നല്ല സാഹചര്യത്തിന് എങ്ങനെ നമ്മൾ പോണ് പറയാൻ, ഡെറ്റ് ട്രാപ്പിൽ അറിയാതെ ആദ്യം വാങ്ങിക്കുന്ന മറ്റേ ബുള്ളറ്റ്, ആദ്യം വാങ്ങിക്കുന്ന KTM, അതുപോലെ കടക്കെണിയിൽ പോയിട്ട് പെടുന്ന രീതിയിലേക്ക് എത്താതിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ അറിവ് കിട്ടാനുള്ള ഒരു വിസ്ഡം ഉണ്ടാവട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി വളരെ നല്ലൊരു അന്തരീക്ഷം തമ്മിൽ എല്ലാവരും കൂടി നല്ലൊരു പ്രോസ്പെരിറ്റി, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന വലിയൊരു ജനസമൂഹം, അതായത് പാവങ്ങളില്ലാത്ത അല്ലെങ്കിൽ പാവങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്രോസ്പെരിറ്റി നിറഞ്ഞ ഒരു ജനസമൂഹത്തിന്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്, അല്ലെങ്കിൽ ഒരു ലോകത്തിനുള്ള അണ്ണാരെ കണ്ണിൽ തന്നാലായ പ്രവർത്തികൾ നമ്മുടെ ടീമിൽ നിന്നും, നമ്മുടെ ഓരോ ആളുകളിൽ നിന്നും ഉണ്ടാവട്ടെ. അതിനുള്ള സൽക്കർമ്മങ്ങൾ മാനസികമായിട്ട് ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് ആളുകളെ കൂട്ടി നിർത്തി പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് വളരെ ഹൃദയത്തിൻ്റെ അടിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.